ന്യൂ ആൻഡ് ഫ്രഷിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത്, ഒരു വെറൈറ്റി മത്തിക്കറി. അത് നമ്മൾ പച്ചക്കുരുമുളക് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തി തരാം. ഒരു 2 സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്, പച്ച. ഒരു 4 ഉലുവ, കുറച്ച് ചീനമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, തക്കാളി, വെല്ലുള്ളി. ഇത് നമ്മുടെ നാരകത്തിൻ്റെ ഇല. ഇത് നമ്മൾ ഇത്രയും ഐറ്റംസ് എല്ലാം കൂടിയിട്ട് ആദ്യം നമ്മൾ അരച്ചെടുക്കും. എന്നിട്ടിത് എണ്ണയിൽ വഴറ്റും. എന്നിട്ടാണ് നമ്മൾ മത്തി ഇടാൻ പോണത്. അപ്പോൾ ആദ്യം നമുക്കിത് അരച്ചെടുക്കാം. ഇവിടെ നമ്മൾ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച അരപ്പ് ചേർക്കാം. നമ്മുടെ അരച്ച മസാല തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർക്കാം. നമുക്ക് വേണ്ടത് നോക്കിയിട്ട് രണ്ടാമത് ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് പുളി പിഴിഞ്ഞ് വയ്ക്കാം. പുതിയ പുളിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഇല്ലാണ്ട് അങ്ങനെ വെളുത്തിരിക്കണത്. പുളി ഒന്ന് വെന്ത് വരട്ടെ. നമ്മുടെ പുളിയൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 2 സ്പൂണ് മുളക് പൊടി ചേർക്കാം. ഇത് സാധാ മുളക് പൊടിയാണ്. നമുക്ക് 1 സ്പൂണ് കാശ്മീരി ചില്ലി ചേർക്കാം. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് പുളിവെള്ളത്തിൽ യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. ഇത് നമുക്ക് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് മീനിടാം. അടച്ചേക്കാം. ഇപ്പം നമ്മുടെ പുളിയൊക്കെ നന്നായി തിളച്ച് വെന്ത് എത്തിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീനിടാം. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് വാങ്ങി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഈ മീൻകറി. അപ്പോൾ നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുന്ന ദിവസങ്ങളിൽ വെറൈറ്റി ആയിട്ട് ഈ ഒരു ടിപ്സ് വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ബൈ. നല്ല അടിപൊളി മീൻകറിയാണ്. അത്യാവശ്യം എരിവുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ റെസിപ്പി വെച്ച് ഞങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. സൂപ്പർ ടേസ്റ്റാണ്. നമ്മളിപ്പോൾ നാരകത്തിൻ്റെ ഇലയൊക്കെ ചേർത്തുകൊണ്ട് വേറെ ടേസ്റ്റ് ഒന്നും വന്നിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. ഈ റെസിപ്പി വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും.